ഹായ് ഫ്രണ്ട്സ്, ഓവനില്ലാതെ വീട്ടിലുണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ടീ കേക്കിന്റെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ബേക്കറികളിൽ നിന്ന് ലഭിക്കുന്ന അതേ ടേസ്റ്റിൽ കെമിക്കൽസോ പ്രിസർവേറ്റീവോ ഒന്നും ചേർക്കാതെ നല്ലൊരു ടീ കേക്ക് എങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്ന് നോക്കാം. ഐ ആം ഷാജഹാൻ കരീം. ടേസ്റ്റ് ഓഫ് ബെസ്റ്റ് എന്ന എന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് കിടക്കാം. ഈ കേക്ക് ഉണ്ടാക്കാനായി ആദ്യമായി 2 മുട്ട ഇതുപോലെ ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. മുട്ട എടുക്കുമ്പോൾ എപ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട എടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇതൊന്ന് ഒരു വിസ്കോ അല്ലെങ്കിൽ ഒരു ബീറ്ററോ ഉപയോഗിച്ച് ചെറുതായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. മുട്ട ഞാനിവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുട്ടയിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. അതായത് 175 ഗ്രാം പൗഡർ ഷുഗർ. 2-3 പ്രാവശ്യമായി ഈ പൗഡർ ഷുഗർ മുട്ടയിലേക്ക് ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. പിന്നൊരു കാര്യം, 175 ഗ്രാം പൗഡർ ഷുഗറാണ്, അല്ലാതെ വെറും ഷുഗർ അല്ല. പൗഡർ ഷുഗർ ചേർത്ത് നല്ലവണ്ണം ബീറ്റ് ചെയ്തെടുക്കുക. എത്രത്തോളം നല്ല ഫോമായി വരുന്ന അത്രത്തോളം കേക്കിൻ്റെ സോഫ്റ്റ്നെസ്സും കൂടി വരും. നല്ലവണ്ണം ബീറ്റ് ചെയ്ത് എടുത്ത ശേഷം ഇതിലേക്ക് ഇനി ഒരു 1/2 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് വാനില എസൻസോ അല്ലെങ്കിൽ ഓറഞ്ച് എസൻസോ ഇതിലേത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ പൈനാപ്പിൾ എസൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ആവശ്യമായുള്ളത് 1 കപ്പ് മൈദയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറുമാണ്. ഇവ രണ്ടും ഒരു സ്റ്റൈനറിലേക്ക് ഇട്ട ശേഷം നന്നായി അരിച്ച് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ ബൗളിലേക്ക് ഇടുക. അതിനുശേഷം ഒരു വിസ്ക് കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ കൊണ്ടോ നന്നായി ഒന്ന് യോജിപ്പിക്കുക. ശേഷം നമുക്കിതിനെ മാറ്റിവെക്കാം. നിങ്ങൾ ഈ ബൗളിൽ കാണുന്നത് 50 ഗ്രാം ബട്ടറും 1/2 കപ്പ് പാലും കൂടി ചേർത്ത ഒരു മിശ്രിതമാണ്. അതായത് 1/2 കപ്പ് പാലെടുത്ത് അതിലേക്ക് 50 ഗ്രാം ബട്ടർ ഇട്ട ശേഷം നന്നായി ഒന്ന് ചൂടാക്കുക. അങ്ങനെ ചൂടാക്കിയ മിശ്രിതമാണ് ഞാൻ ഈ ബൗളിൽ വെച്ചിരിക്കുന്നത്. ഈ മിശ്രിതത്തെ നമ്മുടെ കേക്ക് മിക്സറിലേക്ക് കുറേശ്ശെ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ടീ കേക്കിനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ചെയ്യേണ്ടത് ഒരു 7 ലിറ്റർ വെള്ളം ഉൾക്കൊള്ളുന്ന വലുപ്പമുള്ള ഒരു പാത്രമെടുത്ത് പാത്രത്തിന്റെ അടിയിൽ കുറച്ചധികം ഉപ്പിട്ട ശേഷം ആ ഉപ്പിന് മുകളിൽ ഒരു പരന്ന അലുമിനിയത്തിന്റെയോ സ്റ്റീലിന്റെയോ ഒരു പ്ലേറ്റ് കമഴ്ത്തി വെച്ച് അടച്ചു വെച്ച ശേഷം ഒരു 10 മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ഇതുപോലൊരു കേക്ക് ട്രൈ എടുത്ത് അതിന്റെ അടിവശത്തും വശങ്ങളിലുമെല്ലാം ബട്ടർ പേപ്പർ വെച്ച ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്കിന്റെ ബാറ്റർ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ബാറ്ററിലുള്ള എയർ ബബിൾസ് എല്ലാം കളയുന്നതിന് വേണ്ടി ചെറിയൊരു സ്ക്യൂവർ എടുത്ത് ഇതുപോലെ കറക്കിയ ശേഷം നന്നായി ടാപ്പ് ചെയ്യുക. പത്ത് മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച പോട്ട് റെഡിയാണ്. ഈ പോട്ടിലേക്ക് നമുക്കിനി കേക്ക് ട്രേ വെച്ച് കൊടുക്കാം. പോട്ട് അടച്ചു വെച്ച ശേഷം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു 20 to 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. നമ്മൾ ബേക്ക് ചെയ്യുന്ന പാത്രത്തിന്റെ കനത്തിനനുസരിച്ച് ബേക്കിംഗ് ടൈമിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാം. നിങ്ങൾ ഓവനിലാണ് ബേക്ക് ചെയ്യുന്നതെങ്കിൽ 160 ഡിഗ്രിയിൽ 20 മിനിറ്റ് മതിയാവും. ലോ ടു മീഡിയം ഹീറ്റിൽ 20 മിനിറ്റ് ബേക്ക് ചെയ്ത ശേഷം ടീ കേക്ക് പ്രോപ്പറായി ബേക്ക് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനായി ഇതുപോലൊരു സ്കീവർ എടുത്ത് കേക്കിന്റെ നടുഭാഗത്ത് കുത്തി നോക്കുക. സ്കീവറിൽ കേക്കിന്റെ അംശങ്ങൾ പറ്റിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കേക്ക് കുക്കായിട്ടില്ല എന്ന് മനസ്സിലാക്കാം. ഒന്നും പറ്റിപ്പിടിക്കുന്നില്ലെങ്കിൽ കേക്ക് പ്രോപ്പറായി കുക്കായിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. 20 മിനിറ്റിന് ശേഷം ഞാനിവിടെ ഉണ്ടാക്കിയ ടീ കേക്ക് നല്ല പ്രോപ്പറായി കുക്കായിട്ടുണ്ട്. നമുക്കിനി ഈ കേക്ക് ഒന്ന് പുറത്തെടുത്ത് വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ ടീ കേക്ക് റെഡിയാണ്. ചൂടാറിയ ശേഷം നമുക്കിനി ഈ കേക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം. വശങ്ങളിലും അടിവശത്തുമുള്ള ബട്ടർ പേപ്പർ എല്ലാം നീക്കിയ ശേഷം ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. ഈ കേക്ക് ചെറിയ പീസുകളായി കട്ട് ചെയ്ത് എയർ ടൈറ്റ് ആയ കണ്ടെയ്നറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു 3-4 ദിവസം കേടുവരാതെ ഉപയോഗിക്കാവുന്നതാണ്. ശരീരത്തിന് ഹാനികരമായ കെമിക്കൽസോ പ്രിസർവേറ്റീവോ ഒന്നും ചേർക്കാതെ വളരെ സിമ്പിളായി വളരെ ചെറിയ ചിലവിൽ വീട്ടിലുണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ടീ കേക്കിന്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തന്നത്. നമ്മൾ ബേക്ക് ചെയ്യുന്ന പാത്രത്തിന്റെ ചൂടും ബേക്ക് ചെയ്യുന്ന ടൈമും എല്ലാം ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ആർക്ക് വേണമെങ്കിൽ വീട്ടിൽ ഇതുപോലെ നല്ലൊരു ടീ കേക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഞാനിന്നിവിടെ ഉണ്ടാക്കിയ ടീ കേക്കിന്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമന്റുകളായി എന്നെ അറിയിക്കുക. വീണ്ടും നല്ലൊരു വിഭവമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.